ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു ഡേ ഇൻ അവർ ലൈഫും സ്പെഷ്യൽ ഫ്രൈഡേയും കൂടെ ഒരുമിച്ച് കണ്ടാലോ? അപ്പം നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് കേട്ടോ. ഈ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കരുതുന്നു, പക്ഷേ ഇവിടുന്ന സമയം. അപ്പോൾ സമയം കിട്ടിയ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്നെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്ന് കരുതും, കാരണം നല്ല ചൂടാണ് ഇവിടെ കേട്ടോ. ആ ഒരു സമയത്ത് ഇറങ്ങിയേക്കുന്നത്, വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത് കൊണ്ട് തലയിലൊക്കെ തുണിയൊക്കെ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വരാത്തേ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് അകത്തേക്ക് കയറുവാണേ. അങ്ങനെ കയറി ഇവിടെയാണ് നമ്മൾ വരുന്നത്. നമുക്കിവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് റൂമിൻ്റെ ഇവിടെ ആയിട്ട്, അതുകൊണ്ട് നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറുക. ഈ കാണുന്ന ഒരു റൂമാണ്. പിന്നെ ഇടയ്ക്കൊരു പാസേജ് വന്നിട്ട് അവിടെ ഒരു കിച്ചണുണ്ട്. അപ്പോൾ നമ്മൾ നേരെയുള്ള ഫ്ലാറ്റിലാണ്, ഫ്ലാറ്റ് 1-ലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ കലാകാരിയുടെ വക ഇവിടെ ഒരു പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ലൈറ്റാണ് കേട്ടോ, ലൈറ്റിനകത്ത് അവൾ വരച്ചേക്കുന്നതാണ്. അങ്ങനെ വീണ്ടും ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കയറുന്ന നേരെ കാണുന്നതാണ് നമ്മുടെ റൂം വരുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു കിച്ചണുണ്ട്. ഇതൊരു റൂമായിരുന്നു, അത് നമുക്ക് കിച്ചണായിട്ട് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഇത് ബാത്റൂം. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. ഇന്നത്തെ അറിയാമല്ലോ, ഇന്ന് ഫ്രൈഡേ കിട്ടിയ ദിവസമായതുകൊണ്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികളുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പണിയായുധങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കണം. അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോ പെട്ടിയും കവർ കെട്ടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കാര്യം പിന്നീടുള്ള വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശപ്പിൻ്റെ വിളി തുടങ്ങി. സാധാരണ ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഒന്നും കഴിക്കാറില്ല, കാരണം നമ്മൾ എണീക്കുമ്പോൾ തന്നെ താമസിക്കും. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡേ കഴിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ബ്രെഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ ചീസൊക്കെ തേച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ ചായയും കുടിച്ചു. ഞങ്ങൾ വെള്ളിയാഴ്ച മാത്രമേ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസം നമ്മൾ ചായയൊക്കെ ഒഴിവാക്കിയേക്കാണ്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ മീനുണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിൽ ഇട്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് അടമാങ്ങ ഉണ്ടായിരുന്നു, അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഓമയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതൊരു ചെറിയ ചോപ്പറുണ്ട്, അതിനകത്തിട്ട് നമ്മൾ കുറച്ച് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ തോരൻ വയ്ക്കാമല്ലോ. അങ്ങനെ അത് ഇതിനകത്ത് നല്ലതായിട്ട് അരിയാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട് അരിയാൻ പറ്റും, നല്ലൊരു സാധനമാണത്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് നമ്മളത് വേവിക്കാനായിട്ട് വെച്ച്. ഇനിയിപ്പോൾ അത് ഇവിടെ ഇരുന്ന് സെറ്റാവില്ല, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് പോകാം. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളപ്പോഴത്തേക്കിനും ആ ഒരു സമയത്ത് തന്നെ സാമ്പാറിനും പരിപ്പിനും ഉള്ളതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപ്പിനകത്ത് ചേർക്കാനുള്ള കൂട്ട് റെഡിയാക്കാം കേട്ടോ. അങ്ങനെ തേങ്ങയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്തതാണ് നമ്മളത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് വെച്ചേ. തേങ്ങ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടെല്ലാം റെഡിയാക്കി ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു. നമ്മൾ കുറച്ച് കുറുക്കിയാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിച്ച് ഇതിനകത്ത് താളിച്ച് ചേർക്കണമല്ലോ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതിനകത്ത് നമ്മുടെ സവാളയാണ്. ഇവിടെ കൊച്ചുള്ളി ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. സവാളയും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു മൂപ്പത് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ഒരു കുറുക്ക് പരുവത്തിലാണ് നമ്മളെടുക്കുന്നത്. എനിക്കങ്ങനെ പൊതുവേ ഇങ്ങനെ കുറുകിയിരിക്കുന്നത് തന്നെ ഇഷ്ടം, അല്ലാണ്ട് വെള്ളമായിട്ട് വെക്കും നമ്മളിവിടെ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ അങ്ങനെ വെക്കുമ്പോഴത്തേനും അത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുള്ളൂ. പിന്നെ ഒരു ചെറിയ രീതിക്കൊരു ലൂസാക്കി കൊടുത്ത് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പെല്ലാം റെഡിയായി കഴിഞ്ഞു. അങ്ങനെ പരിപ്പെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മീനെല്ലാം ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് എടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ വറക്കാനായിട്ടാണ് സെറ്റ് ചെയ്ത്. വേറെ ഒന്നുമില്ല, കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളായിരുന്നു. അതെല്ലാം കൂടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിനകത്തോട്ട് വറക്കാനായിട്ട് വെച്ച് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ മീൻ ഇവിടെ ഇരുന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി, നമുക്ക് വെള്ളിയാഴ്ച ആയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. അങ്ങനെ അതെല്ലാം കൂടി എടുത്ത് ഫ്രഷായിട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചു. അങ്ങനെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പുറത്തെ സൈഡ് ആക്കിയിട്ടു. ഇത് ചൂരമീനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വേവാനായിട്ട് പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അത് വെക്കണമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് കടു പൊട്ടിക്കാമെന്ന് വെച്ചു. അങ്ങനെ നോർമലി തന്നെ നമ്മുടെ വെളുത്തുള്ളിയല്ല, നമ്മുടെ സവാളയും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട്
പിന്നെ കുറച്ച് സാമ്പാർ പൊടിയുടെ കുറവുള്ളതായിട്ട് തോന്നി. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. എല്ലാം വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് മസാല എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും. അങ്ങനെ നമ്മുടെ സാമ്പാറെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വെച്ചു. ദേ കണ്ടോ, സെറ്റായേ. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടമാങ്ങ ഉണ്ടാക്കാനായിട്ട് പോകാം. അങ്ങനെ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമ്മളത് വെള്ളം കളഞ്ഞിട്ട് അത് തോർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ നോർമൽ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ നമ്മൾ വേറെ ഒന്നും കിട്ടാറില്ല, നമ്മൾ വാങ്ങാറില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ അതാ നമ്മൾ വെജിറ്റബിൾ ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ കടുവൊക്കെ ഇട്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി, ഇതിന് നല്ല രീതിക്ക് വെളുത്തുള്ളി വേണം. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളുത്തുള്ളി നല്ല ഇത് വേണം. നമ്മൾ കുറേ വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളക്, അതിൻ്റെ അരി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അരി ഉള്ളത് കൊണ്ട് അതിൻ്റെ എരിവ് നന്നായിട്ട് കിട്ടും. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി ഇട്ട് അങ്ങ് ഇളക്കി കൊടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ കായം കൂടി ഇട്ട് അങ്ങ് ഇളക്കി കൊടുത്തേ. അതിൻ്റെ ഒരു പച്ചമണം മാറി വന്ന സമയത്ത് നമുക്ക് നോക്കിയിരിക്കാം. ഇപ്പോൾ അത് റെഡിയാവും. അങ്ങനെ അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമാങ്ങ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നല്ല രീതിക്ക് ആ മസാല എല്ലാം കൂടെ അങ്ങ് പിടിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് അതിരുന്ന് സെറ്റാവും. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേനും അതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിയ രീതിക്കൊന്ന് എണ്ണയാക്കി കൊടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും എണ്ണ പിടിക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സദ്യവട്ടത്തിൻ്റെ അവസാനത്തെ ആളാണല്ലോ പപ്പടം. അങ്ങനെ ഞങ്ങളും പപ്പടക്കുട്ടനെ അവസാനമായിട്ട് അങ്ങ് വറുത്ത് കോരി കേട്ടോ. അപ്പോൾ നമ്മുടെ പാചകം എല്ലാം അവസാനിച്ചു. ഇനിയാണ് നമുക്ക് ഏറ്റവും വലിയ പണി. പാചകം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുക്കള ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അടുക്കളയുടെ കോലം. നേരത്തെ കിടന്ന് കണ്ടല്ലോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതാ നമ്മൾ റെഡിയാക്കി എടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു സ്മാർട്ട് കിച്ചൺ എന്ന് പറഞ്ഞ് എഴുതി ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ഓർക്കാൻ വേണ്ടി അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സ്മാർട്ട് കിച്ചൺ ആക്കണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ അതെല്ലാം റെഡിയാക്കിയത്. ഇതൊക്കെ നമ്മുടെ ഫുഡിൻ്റെ സാധനങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അവിടെ എടുത്ത് പിന്നെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്രയാസം വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഓൾറെഡി അങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് സെറ്റായി. അപ്പോൾ നമ്മളിതാ ഉണ്ടാക്കിയ തോരനും പരിപ്പും സാമ്പാറും നമ്മുടെ എല്ലാം ഉണ്ട്. അങ്ങനെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. ആളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. അങ്ങനെ ആ ഫുഡെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.